ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചെറിയ റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചാനലിൽ നമ്മൾ റെസിപ്പിയുടെ വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ഇതൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതോ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ ഇതിൽ തന്നെ ചെയ്യുന്നത്. അതായത് നമുക്ക് അച്ചാറിൻ്റെ ഒരു ഓർഡറാണ് വന്നിരുന്നത്. നോൺ വെജും ഉണ്ടായിരുന്നു, പിന്നെ മുന്തിരിൻ്റെ അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. ബീഫും മീനും ഉണക്കമുന്തിരിയുടെ അച്ചാറും കൂടെ ആയിരുന്നു നമുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ കാണിക്കുന്നത് ഇതാ ബീഫിൻ്റെ അച്ചാറാണ്. ബീഫിൽ അത് 4 കിലോ ഒരാൾക്കും 2 കിലോ വേറെ ഒരാൾക്കും അങ്ങനെയായിരുന്നു നമുക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ തന്നെ മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് വേവിച്ചു. എന്നിട്ട് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, പിന്നെ കുറച്ച് നുള്ളു ഗരം മസാല, കുരുമുളക് പൊടി എല്ലാം കൂടെ ഇട്ട് നമ്മളൊന്ന് കായം കൂട്ടിയതിന് ശേഷം നല്ലെണ്ണയിൽ പൊരിച്ചെടുത്തു കേട്ടോ. പൊരിച്ചെടുത്തതിൻ്റെ ശേഷമാണ് ഇത് അച്ചാർ ഉണ്ടാക്കുന്നത്. എല്ലാം കൂടെ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു, അതിലേക്ക് കടുകിട്ടു, ഒരു തുള്ളി ഉലുവയും കൂടെ ഇട്ടു കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളക് ചതുക്കി വെച്ചിട്ടുണ്ട്. അത് ആദ്യം തന്നെ വെളുത്തുള്ളിയാണ് ഇടുന്നത് കേട്ടോ. വെളുത്തുള്ളി ഒന്ന് വെന്ത് വന്നതിൻ്റെ ശേഷം മാത്രം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ നമുക്കതിലേക്ക് ചേർക്കാം. ഇതാണ് ആദ്യം തന്നെ നമ്മൾ ഇടുന്നത്. അപ്പോൾ വെളുത്തുള്ളി ഇട്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് വാടി വന്നതിൻ്റെ ശേഷം മാത്രം ബാക്കിയുള്ള ഐറ്റംസ് കൂടെ ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പ്, പിന്നെ അത് നല്ലോണം വെള്ളം ഒട്ടും തന്നെ ഇല്ലാതെ നമുക്കത് നല്ലോണം നെരിഞ്ഞ് കിട്ടണം കേട്ടോ. നല്ല ഡ്രൈ ആയി കിട്ടണം. എന്നതിൻ്റെ ശേഷമാണ് നമുക്ക് മസാലകളൊക്കെ അതിൽ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് പച്ചമുളകും കൂടെ നമ്മൾ ഇട്ടു കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും ഇട്ടു. ഇതിലേക്ക് കരിവേപ്പും കൂടെ ഇടാനുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം വെള്ളം ഡ്രൈ ആവുന്ന വരെ നല്ലോണം വാട്ടി കൊടുക്കണം. അതായത് ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുന്ന വരെ കേട്ടോ. അപ്പം അത് കരിഞ്ഞു പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കുക വേണം. നല്ലോണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. പിന്നെ അച്ചാറിടാൻ ഏറ്റവും ബെസ്റ്റ് നമുക്ക് നല്ലെണ്ണയാണ് കേട്ടോ. ഒത്തിരി നാൾ കേടുകൂടാതെ ഇരിക്കും. ഞാൻ ഇടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇത് ദുബായിലുള്ള 1-2 കസ്റ്റമർക്കാണ് നമ്മളെ ഫാമിലി പെട്ടായിരുന്നു കേട്ടോ. ഫാമിലി കസ്റ്റമർ എന്ന് പറയാൻ പറ്റില്ല, ഫാമിലിയിൽ ഉള്ള ആൾ തന്നെയാണ്. നമ്മളെ ഒരു ബ്രദറിൻ്റെ മോനാണ്. പിന്നെ എൻ്റെ മരുമോന്, അങ്ങനെ 2-3 ആളുകൾ സ്ഥിരമായിട്ട് നമ്മുടെ അടുത്ത് നിന്ന് കൊണ്ടുപോകാറുള്ളതാണ്, ഉണ്ടാക്കിച്ച് കൊണ്ടുപോകുന്നതാണ്. അപ്പം ഓർഡർ അതുപോലെ നാട്ടിൽ തന്നെ വേറെ ആരെങ്കിലും തരുകയാണെങ്കിൽ അവർക്കും കൂടെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മളിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇടുന്നത്. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. ഉപ്പ് ആദ്യം ഒരു നുള്ള ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെ നമ്മൾ ബീഫിലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പം എല്ലാം നോക്കിയിട്ട് പിന്നെ കുറച്ചും കൂടെ ഇടണം. അതായത് ഉപ്പ് അച്ചാറിനെപ്പോഴും കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുമല്ലോ നമ്മൾ. അപ്പം പിന്നെ ഓർഡർ തരുന്ന നമ്മൾ ഓൺലൈനും ഇതുപോലെ അയച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. ഇതാണ് മസാലപ്പൊടികൾ നമ്മൾ ഇത്രയും ബ്രൗൺ നിറമായതിൻ്റെ ശേഷം ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മുളക് പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി, പിന്നെ അച്ചാറും പൊടി വേണമെങ്കിൽ നമുക്ക് അച്ചാറും പൊടി യൂസ് ചെയ്യാം. അതല്ല കടുകും ഉലുവയും വറുത്ത് പൊടിച്ചതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇന്നിപ്പോൾ ഞാനത് ഇട്ട് കൊടുക്കുന്നില്ല. എൻ്റെ മിക്സിൻ്റെ ചാറൊന്ന് ബ്ലേഡ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് പുതിയത് മേടിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം അച്ചാർ പൊടി ഇടാമെന്ന് വിചാരിച്ചു. കായപ്പൊടിയും കൂടെ അതിൽ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ലോണം ഈ പച്ചമണം ഒന്ന് മാറി വരുന്നവരെ വഴറ്റി കൊടുക്കുക. എൻ്റെ സംസാരം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഒരു ഉപ്പും ഇതൊക്കെ ഒന്ന് എരിവൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ആണി ശർക്കര നമ്മൾ കട്ട് ചെയ്ത് ഇതിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഇതിൽ അരിഞ്ഞ് വരിക. നമ്മളിത് മുമ്പ് ഉണ്ടാക്കി കൊടുത്തിട്ട് കൊണ്ടുപോയിട്ട് 3 മാസം വരെ അവർ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചീത്തയായിട്ടൊന്നുമില്ല. 3 മാസമായിട്ടും ഒന്നും ഒരു കംപ്ലൈൻറ്റും ഒരു ടേസ്റ്റ് വ്യത്യാസം ഒന്നും വന്നിട്ടില്ല എന്നവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് വീണ്ടും നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നല്ല സ്മെല്ലൊക്കെ മാറി വന്നതിൻ്റെ ശേഷം കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സുർക്ക നമ്മൾ ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തിട്ട്
പൊരിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ലെണ്ണയിൽ തന്നെയാണ് ബീഫ് നമ്മൾ മൊരിയിച്ചെടുത്തത്. അധികം എണ്ണ ഒഴിക്കാതെ കുറേശ്ശെ ഇട്ടുകൊണ്ട് അങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തിട്ട് നല്ലോണം അത്യാവശ്യം നെരിഞ്ഞ് വരണം കേട്ടോ. നല്ല ഡ്രൈ ആയി വരണം. എന്നിട്ടാണ് ബീഫ് എടുത്ത് വെക്കാൻ പറ്റുള്ളൂ. എന്നാലേ ബീഫ് കേടുകൂടാതെ നമുക്ക് അച്ചാർ കൂടുതൽ കാലം നിൽക്കുകയുള്ളൂ കേട്ടോ. അപ്പം ഇതിലേക്ക് കായപ്പൊടി കുറവാണെന്ന് തോന്നിയപ്പം കുറച്ചും കൂടെ കായപ്പൊടി ഉപ്പൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ഇളക്കി കൊടുത്ത് കുറച്ച് സുർക്ക പോരായുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കണേ. ഞാൻ ഉപ്പ് പോരാന്ന് തോന്നിയപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാണ് ഇത്രയും ഈ ഒരു സ്റ്റേജിലാണ് നമ്മളിത് ഇറക്കി വെക്കുന്നത്. ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഇത് ഇറക്കി മാറ്റി വെക്കുക. എന്നിട്ട് നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രമേ ബോട്ടിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഇതാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് കേട്ടോ. ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞാൻ സപ്പോർട്ട്